ഇറാനിൽ പ്രതിഷേധം കത്തുന്നു. റിയാലിൻ്റെ വിലയിടിഞ്ഞതും ഇതേ തുടർന്ന് വിലക്കയറ്റം അതിരൂക്ഷമായതുമാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. ഇപ്പോഴത് ഇറാൻ്റെ പരമോന്നത നേതാവ് ഖമേനിക്കെതിരായ പ്രതിഷേധമായി മാറിയിരിക്കുന്നു. തെഹ്റാനിൽ തുടങ്ങിയ കലാപം രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചു. ഇതോടെ ദിവസങ്ങളോളം പ്രതിഷേധം തുടരുകയാണ്. പോലീസിനെ ഉപയോഗിച്ച് സമരക്കാരെ നേരിടുകയാണ് സർക്കാർ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. രാജ്യത്തെ 10 സർവകലാശാലകളിലും പ്രതിഷേധം അരങ്ങേറുകയാണ്. വിലക്കയറ്റ പ്രതിഷേധത്തിനിടെ അധികാരമാറ്റ മുദ്രാവാക്യവും ഉയരുന്നുണ്ട്. ഖമേനി വിരുദ്ധ പ്രക്ഷോഭവും നടക്കുന്നതായി ഇറാനിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു. മുല്ലമാർ രാജ്യം വിടണമെന്ന മുദ്രാവാക്യമാണ് പ്രതിഷേധക്കാർ മുഴക്കുന്നത്. വിലക്കയറ്റത്തിനെതിരെ ഇറാനിലെ വ്യാപാരികളാണ് ഡിസംബർ 27-ന് പ്രതിഷേധം തുടങ്ങിയത്. ഇത് മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചു. രാജ്യം വിലക്കയറ്റത്തിലേക്കും സാമ്പത്തിക മാന്ദ്യത്തിലേക്കും വീണു. ജനങ്ങൾ വീർപ്പുമുട്ടി തുടങ്ങിയതോടെയാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. US ഇറാനുമേൽ ഉപരോധവും ഭീഷണിയും കടുപ്പിച്ചതോടെയാണ് രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് മുക്കുകുത്തി വീണത്. അതിനിടെ ഇറാൻ കേന്ദ്ര ബാങ്കിൻ്റെ ഗവർണർ മുഹമ്മദ് റേസ ഹർസീൻ രാജിവെച്ചു. ഇറാൻ്റെ കറൻസി തകർന്നടിഞ്ഞതിനെ തുടർന്നായിരുന്നു രാജി. സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻറ്റർ ഫോർ ഇറാൻ്റെ കണക്കുകൾ പ്രകാരം ഡിസംബറിലെ പണപ്പെരുപ്പ നിരക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 52%. പ്രക്ഷോഭകരെ ഇറാൻ സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഇത് തിരിച്ചടിയായി. പ്രതിഷേധം കുറയുകയല്ല, ശക്തമാവുകയാണ് ചെയ്തത്. വിലക്കയറ്റത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭം വൈകാതെ ഖമേനി ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ ആഭ്യന്തരമന്ത്രിയോട് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവശ്യപ്പെട്ടു. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും പെസഷ്കിയാൻ അറിയിച്ചു. അതിനിടെ ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്തുണയുമായി US രംഗത്തെത്തി. തെഹ്റാൻ സർവകലാശാലയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ എക്സിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പങ്കുവച്ചു. വിദ്യാർത്ഥികളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കരുതെന്നും US ആവശ്യപ്പെട്ടു. പല നഗരങ്ങളിലും പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. 7 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പതാക കത്തിച്ചും ഖമേനി വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയുമാണ് പ്രക്ഷോഭകർ ഇപ്പോൾ തെരുവുകളിൽ പ്രകടനം നടത്തുന്നത്. ഈ സാഹചര്യം മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് US എന്നും റിപ്പോർട്ടുകൾ പറയുന്നു.